ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായി മാനിഫെസ്റ്റ് ചെയ്തത് ഒരു ലാപ്ടോപ്പ് ആയിരുന്നു. ബിഫോർ 5 years നടക്കില്ലെന്ന് കരുതിയിരുന്ന ഒരു ആഗ്രഹമായിരുന്നു അത്. കേട്ടോ, ഇത് കേൾക്കുന്ന ചിലർക്കത് നിസ്സാരമായി തോന്നുമായിരിക്കും, ബട്ട് എനിക്കന്ന് അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഒരു ബിസിനസ് ഫാമിലിയാണ്. അത്യാവശ്യം സാമ്പത്തികമൊക്കെയുള്ള ഫാമിലിയാണ്. ബട്ട് മൈ ഇൻലോസ് എന്ന് പറയുന്നത് കുറച്ച് പ്രായമുള്ളവരായിരുന്നു. പഴയ ചിന്തകൾ, ആചാരങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നവരാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലില്ലേ. എൻ്റെ ഹസ്ബൻഡിനും അവരുടെ കുറച്ച് ശീലങ്ങളും മെൻറ്റാലിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് പറഞ്ഞാൽ വന്നു കയറുന്ന മരുമക്കൾക്ക് വലിയ ഫ്രീഡം ഒന്നും കൊടുക്കില്ല. അവർ തനിയെ പുറത്തു പോകാൻ ഫ്രീഡമില്ല, ജോലിക്ക് വിടുന്നതിന് ഇൻട്രസ്റ്റ് ഇല്ല, എന്തിന് ഫോൺ യൂസ് ചെയ്യാൻ പോലും സമ്മതിക്കില്ലായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല, ഞാൻ അന്നത്തെ കാര്യമാണ് പറയുന്നത്. നമ്മൾക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിത്തരും ഹസ്ബൻഡും ഞാൻ ഒന്നിച്ച് പുറത്തു പോകാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നില്ലായിരുന്നു. മാരേജിന് മുമ്പ് ഞാനൊരു ടീച്ചറായിരുന്നു. അത്യാവശ്യം ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ മാരേജ് കഴിഞ്ഞ് ഞാൻ ടോട്ടലി ഡിപ്രസ്ഡ് ആയി. കാരണം ഒരു 10 രൂപ വേണമെങ്കിൽ പോലും ഹസ്ബൻഡിനോട് കൈ നീട്ടേണ്ട ഒരു അവസ്ഥയായിരുന്നു അന്നൊക്കെ. അപ്പം ആ ഒരു ടൈമിൽ ഒരു ലാപ്ടോപ്പ് വേണമെന്നൊന്നും എനിക്കെന്തായാലും പറയാനുള്ളൊരു സാഹചര്യമല്ല അന്ന്. അപ്പം അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് ഞാൻ ലാപ്ടോപ്പ് മാനിഫെസ്റ്റ് ചെയ്തെടുത്തത്. ഓക്കെ, ഞാനത് മാനിഫെസ്റ്റ് ചെയ്തത് ഏത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണെന്ന് പറയാം. 17 സെക്കൻഡ് വിഷ്വലൈസേഷൻ ടെക്നിക്ക്. ഈ ടെക്നിക്കിനെ പറ്റി ഞാൻ ആ ഒരു ഇംഗ്ലീഷ് വീഡിയോയിലാണ് ആദ്യമായി കണ്ടത്. ആ വീഡിയോയുടെ താഴെ ഒരുപാട് പോസിറ്റീവ് കമൻസും ഞാൻ കണ്ടു. അന്ന് തന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. ഈ ടെക്നിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറും 17 സെക്കൻഡ് മാത്രം മതി. ഞാൻ ഫോണിൽ 17 സെക്കൻഡ് ടൈമറൊക്കെ സെറ്റാക്കി വെച്ചു. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സെക്കൻഡ് മുതൽ 17 സെക്കൻഡ് എൻഡ് ചെയ്യുന്ന ബീപ്പ് സൗണ്ട് വരെ ഞാൻ എൻ്റെ വിഷ്വലൈസ് ചെയ്യും. ഞാൻ കണ്ടത് ഇങ്ങനെയായിരുന്നു. കണ്ണുകളടച്ച് ഞാൻ കാണും എൻ്റെ ഹസ്ബൻഡ് ഒരു ലാപ്ടോപ്പ് ബാഗുമായി വരുന്നു. ഞാനത് തുറന്ന് ലാപ്ടോപ്പ് പുറത്തേക്ക് എടുക്കുന്നു. ഗ്രേ കളർ ലാപ്ടോപ്പ്, പുറത്ത് HP എന്ന് എഴുതിയിരിക്കുന്നു. എന്തോ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. ആ കമ്പനിയോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ലാപ്ടോപ്പ് ഓൺ ആകുന്നതും മോണിറ്റർ, ഐക്കൺസ്, ഞാൻ കീബോർഡിൽ പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്, മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട് എല്ലാം ആ ഒരു 17 സെക്കൻഡിനുള്ളിൽ ഞാൻ കാണും. ഇത് ഞാനൊരു 1 or 2 weeks ചെയ്തു. പിന്നെ ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പിന്നെ അതേക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പോയില്ല. ഞാനത് മറന്നേ പോയി. ഒരു 1 month ഒക്കെ കഴിഞ്ഞ് കാണും. ഞങ്ങൾക്ക് ബിസിനസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മെയിൻ ബ്രാഞ്ച് ഷോപ്പിലെ അക്കൗണ്ടൻറ്റിന് കുറച്ച് നാളത്തേക്ക് ഷോപ്പിൽ വരാൻ പറ്റാതെയായി. അവർക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ടായി. അത് കാരണം വീട്ടിലിരുന്ന് വർക്ക് ചെയ്തോളാമെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ലാപ്ടോപ്പ് വാങ്ങേണ്ടി വന്നു അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി. അവർ ഷോപ്പിൽ തിരിച്ചു വന്നതിന് ശേഷം ഷോപ്പിൽ തന്നെ മറ്റു കാര്യങ്ങൾക്കായി അത് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് അത് വാങ്ങിയത്. അങ്ങനെ സ്റ്റാഫ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു 1 week ഒക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നു. അവർ ലാപ്ടോപ്പ്, കമ്പനി ഫോൺ തുടങ്ങിയ സാധനങ്ങളെല്ലാം ഷോപ്പിൽ തിരിച്ചു തന്നു. ട്രെയിനിങ്ങിന് വേണ്ടി മറ്റ് സ്റ്റാഫിന് ലാപ്ടോപ്പ് വേണമെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യം ആ ഒരു സമയത്ത് ഇല്ലായിരുന്നു. അന്ന് ഈവനിങ്ങിൽ ഞാൻ വിഷ്വലൈസ് ചെയ്തതുപോലെ തന്നെ ഹസ്ബൻഡ് ലാപ്ടോപ്പ് ബാഗുമായി വരുന്നു. ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ എന്താണോ വിഷ്വലൈസ് ചെയ്തത് ഫ്രണ്ട്സ്, അത് എന്നിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചു. സെയിം ഗ്രേ കളർ HP-യുടെ ലാപ്ടോപ്പ്. ആ ലാപ്ടോപ്പ് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതേ ഞാൻ നിങ്ങളെ കാണിക്കാം, കണ്ടോളൂ. ഇതിലൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ആഗ്രഹവുമായി ഇമോഷണലി അത്രയ്ക്ക് അറ്റാച്ച്ഡ് ഒന്നും അല്ലായിരുന്നു. എനിക്കിത് വേണം യൂണിവേഴ്സ്, എനിക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ യൂണിവേഴ്സ്, അങ്ങനെയൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചില്ല. ഞാൻ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്തു, ആഗ്രഹിച്ചു, ഞാൻ അത് യൂണിവേഴ്സിന് വിട്ടു. പിന്നീട് ഒരു പ്രാവശ്യം പോലും ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അതെപ്പോൾ നടക്കും, എങ്ങനെ കിട്ടാനാ, എൻ്റെ ഹസ്ബൻഡ് അതെനിക്ക് മേടിച്ചു തരുമോ, പിന്നെ ഏത് വഴി കിട്ടാനാ എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഇതാണ് ആസ്ക്, ബിലീവ്, റിസീവ്. ചോദിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കാൻ റെഡിയായിരിക്കുക. എല്ലാവരും ഷുവറായി ഈ ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റിസൾട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയുമായി ഉടൻ കാണാം. ബൈ.